അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഫിഖുൽ ഇസ്ലാം ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, ഇതിൻ്റെ തദ്രീബാത്ത് വർക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് അതാത് സബ്ജക്റ്റുകൾ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം, അഹബുൽ അമലി ഇലല്ലാഹ്. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. കൂടെയുണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്കു വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഹദീസ് വായിച്ച് ഇസ്മായിൽ നിവർന്നിരുന്നു. ആവേശത്തോടെ അവൻ ഗ്രന്ഥത്തിന്റെ അടുത്ത പേജ് മറിച്ചു. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിന്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. അയ്യുൽ അമാലി അഹബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. മസ്ജിദിൽ നിന്ന് അദാൻ മുഴങ്ങി. ഗ്രന്ഥം മടക്കി വെച്ച് ഇസ്മായിൽ മസ്ജിദിലേക്ക് നടന്നു. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ നിസ്കാരത്തിനെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾ പാഠം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഹാഫിലു അല സ്വലവാത്ത്, അതിന്റെ അർത്ഥം നോക്കൂ. എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുക. അപ്പൊ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അർത്ഥസഹിതം പഠിച്ചു മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു. ഈ സന്ദർഭമാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കൂടെ അബൂദർ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ടായിരുന്ന ഡേഷിനോട് പറഞ്ഞു. അവിടെ വിട്ടത് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. 2. നിസ്കാരം ഡേഷിന്റെ തൂണാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ദീനിന്റെ. നിസ്കാരം ദീനിന്റെ തൂണാണ്. 3. ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ഡേഷിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുസ്ലിമിനും. ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. 4. ഹൈലുകാരിക്കും ഡേഷ് നിസ്കാരം ഹറാമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നിഫാസുകാരിക്കും. ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. 5. നിസ്കാരം ഖളാ ആയാൽ ഡേഷ് വീട്ടൽ നിർബന്ധമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉടനെ. നിസ്കാരം ഖളാ ആയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. 6. നിസ്കാരം ഡേഷ് സമയത്ത് നിർവഹിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് കൃത്യ. നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കണം. 7. നിസ്കാരം ഖളാ ആക്കൽ ഡേഷ് പാപമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് വലിയ.
നിസ്കാരം ഖലാ ആക്കൽ വലിയ പാപമാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബുൽ ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. അഹബുൽ അമലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിന്റെ ഉത്തരം: നിസ്കാരത്തിന്റെ കാര്യത്തിൽ നാം അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിന്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. ഏത് കർമ്മമാണ് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണെന്നായിരുന്നു. നിസ്കാരം ഖലാ ആക്കൽ വലിയ പാപമാണ്. ഖലാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബ്, വായിച്ച് എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ചിട്ട് അതുപോലെ നിങ്ങൾ ഓരോ പ്രാവശ്യം ആ കൊടുത്തിരിക്കുന്ന വരിയിൽ എഴുതണം. നോക്കൂ, 1. അഹബുൽ അമലി ഇലല്ലാഹ്, അത് അതുപോലെ നിങ്ങൾ തൊട്ടടുത്തുള്ള വരിയിൽ എഴുതുക. 2. അബൂ ദർരിനിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അത് അതുപോലെ നിങ്ങൾ ആ വരിയിൽ എഴുതുക. 3. ഇസ്മായിൽ. 4. പ്രായപൂർത്തി. 5. ഭ്രാന്ത്. 6. ബോധക്ഷയം. 7. കൊഴിഞ്ഞു വീണു. 8. കൃത്യസമയം. 9. കർമ്മം. 10. മുഴങ്ങി. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾ വൃത്തിയായിട്ട് തെറ്റില്ലാതെ ആ കൊടുത്തിരിക്കുന്ന വരികളിലേക്ക് ഓരോ പ്രാവശ്യം എടുത്തെഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.